ഛത്തീസ്ഗഡിലെ വനവാസ മേഖലകളിൽ മിഷനറിമാർ നടത്തുന്ന മതപരിവർത്തനത്തിൽ രൂക്ഷ ഭാഷയിൽ വിമർശനവുമായി ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. മിഷനറിമാരുടെ പ്രവർത്തനം രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ് എന്ന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. പ്രേരണയാലോ ബലപ്രയോഗത്തിലൂടെയോ ഉള്ള മതപരിവർത്തനം ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം മതപരിവർത്തനം സംഘർഷങ്ങളിൽ കലാശിക്കുമെന്നും കോടതി അറിയിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, നമുക്കറിയാം ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വനവാസ മേഖല ഈ മതപരിവർത്തനം. അതും മിഷനറിമാരാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പറയുന്നത്? ദേവിക, അതായത് ഛത്തീസ്ഗഡിൽ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ബസ്തർ പോലുള്ള ഈ വനവാസി മേഖലകളിലാണ് കൂടുതലായും ഇത്തരം മതപരിവർത്തനം നടത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മേഖലകളിൽ പലയിടങ്ങളിലും മതപരിവർത്തനം അനുവദനീയമല്ല, പലയിടങ്ങളിലും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവേശനമില്ല തുടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രാജേഷ് സിംഗ് അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രൂക്ഷ വിമർശനമാണ് ഇത്തരം മതപരിവർത്തന കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ മതപരിവർത്തനക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. രാജ്യത്തിൻ്റെ ഐക്യം തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇത്തരം മതപരിവർത്തനം എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ വനവാസി മേഖലയിൽ ഇത്തരം ഈ ക്രൈസ്തവവൽക്കരണം അല്ലെങ്കിൽ മതം മാറ്റം നടത്തുമ്പോൾ അത് ഗോത്രവർഗ വിഭാഗങ്ങളുടെ അത് ലോപിച്ചു പോകുമെന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെ പ്രാദേശിക ഭാഷ അന്യമാകുന്നു, ഒരു സംസ്കാരം തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഈ രാജ്യത്തെ മിഷണറി പ്രവർത്തനം എന്നുള്ളത് മതപരിവർത്തനം മാത്രമായി ഇപ്പോൾ മാറി എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം മതപരിവർത്തനം മൂലം രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതകൾ പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കോടതി വ്യക്തമാക്കി. ഇത്തരം മതപരിവർത്തനത്തിനെതിരെ കർശനമായ നിലപാട് ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരം മതപരിവർത്തന ലോബികൾ കൂടുതലായി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, കോടതി നിരീക്ഷിച്ചത് ഇവർക്ക് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ തൊഴിൽ, അതേപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം ഒക്കെ തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനമാണ് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ആ മതപരിവർത്തന നിലപാടിനെതിരെയാണ് അല്ലെങ്കിൽ ആ മതപരിവർത്തനത്തിനെതിരെയാണ് ഇപ്പോൾ കോടതി അതിശക്തമായ നിലപാടെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ദേവിക. ശരി നന്ദൻ.